ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നാം കണ്ടതാണ്. ദേശീയപാത പൂർണ്ണമായി തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവാദം കൊഴുക്കുകയാണ്. നമ്മുടെ മുഹമ്മദ് റിയാസും വേണുഗോപാലും തമ്മിലുള്ള ഒരു പോരിലേക്ക് അത് വഴി തുറന്നിട്ടുണ്ടല്ലോ. അതെ, ഈ വേണുഗോപാൽ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ, പരാതികൾ ഒക്കെ ഈ പാർലമെൻറ്റിലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും ഒക്കെ വരും. സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ ഈ നിർമ്മിച്ച പാത തകരുകയും മഴക്കാലത്ത് തകരുകയും റോഡിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുകയും ഗർത്തങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അതിൻ്റെ കാരണം സാങ്കേതികമായി ഇതിപ്പോൾ ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷേ കൃത്യമായ ചില നടപടികൾ, ചില മുന്നൊരുക്കങ്ങൾ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണമായിരുന്നു. അവിടെയൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നിതിൻ ഗഡ്കരിക്ക് മനസ്സിലാവുകയും അദ്ദേഹം രംഗത്ത് വരികയും ഈ പറഞ്ഞതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ നേരിട്ട് കേരളത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തു. നടപടികൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ KC വേണുഗോപാൽ അതിരൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ ഉയർത്തിയത്. അതിൽ പ്രതികരിച്ചുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ KC വേണുഗോപാലിനെ അതിരൂക്ഷമായിട്ട് പേരെടുത്ത് പറഞ്ഞ് റിയാസ് വിമർശിക്കുന്ന ഒരു തലത്തിലേക്ക് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലുള്ള വേണുഗോപാൽ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ടാണ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഫ്ലെക്സ് വെച്ച് ഇതിൻ്റെ നേട്ടം കൊയ്യാൻ ദേശീയപാതയുമായിട്ട് സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധവുമില്ല. കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെ ഏതാണ്ട് 10 ലക്ഷം കോടിയിലധികം രൂപയാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്ന. രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ബജറ്റിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു പരാമർശവും അതിൻ്റെ ബജറ്റ് രേഖകളിലുണ്ട്. ബജറ്റിൽ തന്നെ അത് ഉൾപ്പെടുത്തി ഈ 10 ലക്ഷം കോടി രൂപ അനുവദിക്കാനും ഒപ്പം ദേശീയപാതകൾ രാജ്യത്ത് മുഴുവനും അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയപാതകൾ പുനർനിർമ്മിക്കാനും വികസിപ്പിക്കാനും കൂടുതൽ പാതകൾ ഉൾപ്പെടുത്താനും ഒക്കെയായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇവിടെ എങ്ങും ഒരു സംസ്ഥാന സർക്കാരിനും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ റിയാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ ഞങ്ങൾ പണം ചിലവാക്കി. എന്ത് പണം ആണ് റിയാസ് ചിലവാക്കിയത്? റിയാസ് പറയുന്നത് ഒരു 5000 കോടി രൂപയുടെ കണക്കാണ്. അപ്പുറത്ത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം ഏതാണ്ട് 25,000 കോടിയിലധികം കേന്ദ്ര സർക്കാർ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 4-5 ഇരട്ടി പണം, റിയാസ് പറയുന്നതിൻ്റെ 4-5 ഇരട്ടി പണമാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മുടക്കിയിരിക്കുന്നത്, അതായത് കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ 5000 കോടി രൂപ കേരളം കൊടുത്തു എന്ന് പറയുന്നത് കള്ളമാണ്. പകരം ചെയ്തത് ഈ ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ കല്ല്, മണ്ണ്, അങ്ങനെയൊക്കെ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. അതുപോലെ സിമൻ്റ് ആവശ്യമുണ്ട്, ടാർ ആവശ്യമുണ്ട്, ഇതൊക്കെ ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടുന്ന GST കേരളത്തിലേക്ക് വരുമ്പോൾ GST വേണ്ടെന്ന് വെച്ചു സംസ്ഥാന സർക്കാർ. ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആ പണം, കേരളത്തിന് കിട്ടേണ്ട ആ പണം വേണ്ട എന്ന് കേരള സർക്കാർ തീരുമാനിച്ചു. അതിനെയാണ് റിയാസ് ഞങ്ങൾ 5000 കോടി ചിലവാക്കി എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പുറത്ത് ആയിരക്കണക്കിന് കോടി രൂപ അല്ലെങ്കിൽ ലക്ഷം കോടി രൂപയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവന ചെന്നെത്തി നിൽക്കുമ്പോഴാണ് ഈ നിസ്സാര തുകയും പറഞ്ഞുകൊണ്ട് റിയാസ് രംഗത്ത് വരുന്നത്. അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അതിൻ്റെ പുറകിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റിയാസിൻ്റെ അവകാശവാദങ്ങളൊക്കെ തന്നെ അത് നമുക്ക് ഈ കോൺഗ്രസും ഇത് വലിയ രീതിയിലൊന്നും പരിഗണിക്കുന്ന ഒരു പാർട്ടിയല്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു നാടകമായിരിക്കും അല്ലേ? അല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു നാടകമല്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും വാസ്തവത്തിൽ
സംസ്ഥാന സർക്കാരിൻ്റെത് അല്ല. ഇതിൽ പലതും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. അത് പേര് മാറ്റിയും ചില ടച്ചിങ്സ് ഒക്കെ കൊടുത്തും. ഈ റോഡുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി തന്നെ തുറന്നു അതാണ് ഞാൻ അതിലേക്കാണ് പറയാൻ വന്നത്. കേരള ഇത്തരത്തിൽ ഇവർ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചതിനെ നിയമസഭയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ സമ്മേളനത്തിൽ അത് പൊളിച്ചടുക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ എന്താണ് നേടി എന്ന് പറയുന്നത്? ആകെ ഉയർത്തി കാണിക്കാൻ പറ്റുന്നത് ഈ നാഷണൽ ഹൈവേയുടെ കാര്യമാണ്. ഈ നാഷണൽ ഹൈവേ നമ്മുടെ പാറശാല നിന്ന് നേരെ മഞ്ചേശ്വരം വഴി മംഗലാപുരത്തേക്ക് പോകുന്ന ഹൈവേ ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തി വഴി അല്ലെങ്കിൽ കുതിരാൻ തുരങ്കം വഴി കടന്ന് പാലക്കാട് കടന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ദേശീയപാതയും നമുക്കുണ്ട്. ഇതെല്ലാം ഇത് വാസ്തവത്തിൽ ആരുടെ സംഭാവനയാണ്? ഇത് ആരാണ് ഈ പാതകൾ പുനർനിർമ്മിക്കുകയും അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് കേന്ദ്ര സർക്കാരാണ്. അത് പി കെ കുഞ്ഞാലിക്കുട്ടി പരസ്യമായിട്ട് പറഞ്ഞു, അത് ഗഡ്കരിയുടെ കുട്ടിയാണ്, നിങ്ങൾക്കതിനകത്ത് അവകാശപ്പെടാനൊന്നുമില്ല, അത് ഗഡ്കരിയുടെയും കേന്ദ്രത്തിൻ്റെയും നേട്ടമാണ്. ദേശീയപാത എന്ന് പറയുന്നത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ അല്ലല്ലോ, അല്ലെങ്കിൽ പാലക്കാട് വാളയാർ അതിർത്തി വരെ അല്ലല്ലോ. ഇത് കന്യാകുമാരിയിൽ തുടങ്ങുന്ന പാതയാണ്. അത് പാറശാല കൂടെ കടന്ന് കേരളം മുഴുവനും കടന്ന് അത് മംഗലാപുരത്തെത്തി മംഗലാപുരത്തൂടെ മുന്നോട്ട് പോവുകയാണ് ആ പാത. അത് പണം ചെലവാക്കുന്നത് മുഴുവനും എല്ലാ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയ്ക്കും പണം ചെലവാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അല്ലാതെ അത് ഒരു സംസ്ഥാന സർക്കാരിനും അതിനകത്ത് പങ്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കും. കാരണം അവിടെയൊന്നും ഭൂമിക്ക് വലിയ വിലയില്ല. അതുകൊണ്ട് തന്നെ ഈ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കും. അവിടെ ആകെ പണം വേണ്ടി വരുന്നത് പറയുന്നത് പോലെ നഗരങ്ങളിലും മറ്റും കൂടെ കടന്നു പോകുമ്പോൾ അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ പണം കൂടുതൽ വേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഫ്ലൈ ഓവറുകൾക്ക് വേണ്ടി, ഈ മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുരങ്കപ്പാതകൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലം കണ്ടെത്തുകയും അതിന് കൂടുതൽ പണം കൊടുക്കുകയും വേണ്ടി വരുന്നുണ്ട്. അതത് സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നു. ഇവിടെ കേരളം അതുപോലും ചെയ്യുന്നില്ല. കാരണം കേരളത്തിൻ്റെ കയ്യിൽ പണമില്ല. പക്ഷെ കേരളം ആകെ ചെയ്തത് GST ഇനത്തിൽ കിട്ടുമായിരുന്ന ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് GST ഇനത്തിൽ കിട്ടുമായിരുന്ന പണം വേണ്ടെന്ന് വെച്ചു. ഇതാണ് കേരളം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്, മന്ത്രി റിയാസിനെ അദ്ദേഹം രൂക്ഷമായിട്ട് വിമർശിച്ചു. ഈ പൊള്ളയായ അവകാശവാദങ്ങളാണ് റിയാസ് ഉന്നയിക്കുന്നതെന്നാണ് KC വേണുഗോപാൽ ആക്ഷേപിച്ചത്. ഈ വേണുഗോപാലിൻ്റെ ഈ പരാമർശത്തിനെതിരെയാണ് റിയാസ് കലിതുള്ളി രംഗത്ത് വന്നത്. അദ്ദേഹം ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, അല്ലാതെ സുപ്രീം കോടതി ജഡ്ജിയല്ല എന്നാണ് റിയാസ് പറഞ്ഞത്. അത് കോൺഗ്രസ്സുകാരത് ഏറ്റുപിടിച്ചു. കാരണം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ആളിനെ അവഹേളിക്കാൻ യാതൊരു അധികാരവും അവകാശവും റിയാസിനില്ല എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് റിയാസിനെതിരെ അവകാശ ലംഘനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി നോട്ടീസ് കൊടുക്കാൻ അവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് റിയാസിനെതിരെ ഒരു ശാസന പോലും വന്നേക്കാൻ സാധ്യതയുണ്ട് പാർലമെൻറ്റിൻ്റെയോ. ഇനിയിപ്പോൾ കേരള നിയമസഭയിൽ തന്നെ അവർ തുടർ നടപടി എന്തെങ്കിലും സ്വീകരിക്കുമോ എന്ന് പാർട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശരിക്കും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടും പാർലമെൻറ്റിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനാദത്തമായ ഒരു സ്ഥാനമാണ്. അതിനെ അവഹേളിക്കാൻ ഈ പറയുന്നത് പോലെ ഒരു ജനപ്രതിനിധിക്കോ മന്ത്രിക്കോ യാതൊരു അവകാശവും ഇല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ അതിൽ കയറി പിടിക്കും. റിയാസ് അവരുടെ ഒരു പ്രധാന ടാർഗറ്റാണ്. കാരണം പാർട്ടിക്കുള്ളിൽ നിന്നും റിയാസിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ മരുമകൻ എന്ന പദവി ഉപയോഗിച്ച് റിയാസ് അനാവശ്യമായി പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നു, നേട്ടങ്ങൾ കൊയ്യുന്നു. ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനം പോലും ലഭിച്ചത് ആ പശ്ചാത്തലത്തിലാണ് എന്നൊരു പരാതി പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും റിയാസിനെ അടിക്കാൻ കിട്ടുന്ന ഒരു വടിയും ഇവരാരും വെറുതെ കളയില്ല. അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ റിയാസിനെതിരെ ഈ അവകാശ ലംഘനത്തിനുള്ള കോൺഗ്രസിൻ്റെ നീക്കം, പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, അത് CPM-നും LDF-നും ഒരുപോലെ ദോഷമാണ്. കാരണം മന്ത്രിസഭയിൽ ഒരു അംഗത്തിനെതിരെയാണ് ഈ അവകാശ ലംഘനത്തിൻ്റെ നോട്ടീസ് വരുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളിനെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിമർശിക്കാനോ പരിഹസിക്കാനോ ഒന്നുമുള്ള അധികാരം, അവകാശം ഒന്നും ഒരു ജനപ്രതിനിധിക്കോ ഒരു സംസ്ഥാന മന്ത്രിക്കോ ഇല്ല എന്നുള്ളത് സത്യമാണ്.
അതുകൊണ്ട് അതിൻ്റെ ചൂട് പിടിച്ച് തന്നെ ഈ റിയാസിനെ താഴ്ത്തിക്കെട്ടാൻ, റിയാസിനെ ഒന്ന് ഇരുത്താൻ കിട്ടുന്ന അവസരം കോൺഗ്രസ് കളയില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചന. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാം. ഈ അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് പരാതിയുമായിട്ട് പാർലമെൻറ്റിൽ ചെല്ലുമോ, അതോ ഈ പറയുന്നത് പോലെ സംസ്ഥാന നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം റിയാസിനെതിരെ നീങ്ങുമോ എന്നുള്ളതാണ്. ഇപ്പോൾ വർഷകാല സമ്മേളനം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. അടുത്ത നിയമസഭാ സമ്മേളനം വൈകാതെ തന്നെ കേരളത്തിൽ നടക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാകും. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിക്കും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമാക്കി ഉയർത്തി കാണിക്കുകയും ചെയ്യും കോൺഗ്രസ് എന്നുള്ളത് തീർച്ചയാണ്.